നമ്മൾ ഇപ്പം വായിച്ച ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു, പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു വേലായുധൻ പണിക്കശ്ശേരിയുടെ. അപ്പോൾ അതിൽ നിന്ന്, അതായത് ഒന്നാമത്തെ മൊഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരിക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇപ്പോൾ നാനാദേശികൾ, മണിഗ്രാമം ഇവ എന്താണെന്ന് പരിചയപ്പെടുത്തുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു മണിഗ്രാമം, 5 വണ്ണം എന്നൊക്കെ പറയുന്നത് എന്താണെന്നുള്ളത് പറഞ്ഞില്ലേ. അതിൽ ഇതുപോലെയുള്ള കച്ചവട സംഘങ്ങൾ തന്നെയാണ് നാനാദേശികളും. അപ്പോൾ ആ ഒരു ഭാഗമാണ് നിങ്ങൾ ഉത്തരമായിട്ട് എഴുതേണ്ടത്. അതുപോലെ തരിസാപ്പള്ളി ശാസനത്തിന് കേരളത്തിൻ്റെ വാണിജ്യതരത്തിലുള്ള പ്രാധാന്യം എന്തെന്നാണ്. ജൂതശാസനത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ജൂതശാസനം ഒരു കച്ചവട ഉടമ്പടി നിലയിൽ പ്രസക്തമാകുന്നത് എങ്ങനെ. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ് ഇതിൽ നിന്ന് വരുന്ന മറ്റൊരു ചോദ്യമാണ് കേരളത്തിൻ്റെ ആദ്യകാല വാണിജ്യ ബന്ധങ്ങളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ആദ്യകാലത്തെ വാണിജ്യ ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ പല രാജ്യങ്ങളുമായിട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ. അറബികൾ, ചൈന, പോർച്ചുഗീസുകാർ, ബ്രിട്ടീഷുകാർ, റോം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് എഴുതാം കേട്ടോ. അതേപോലെ തന്നെ റോമക്കാരുമായുള്ള വാണിജ്യ ബന്ധത്തെക്കുറിച്ചിട്ട് മാത്രം ചോദിക്കുന്നുണ്ട്. അറബികളും മലബാറും തമ്മിലുള്ള കച്ചവട ബന്ധം എങ്ങനെ സംസ്കാര ചരിത്രത്തെ നിർണ്ണയിച്ചു എന്നതാണ് പിന്നെ ഒരു ചോദ്യം വരുന്നത്. നമുക്കറിയാം നമ്മുടെ അതായത് അറബികളിൽ നിന്ന് വന്ന എന്താ പറയുക, അറബി മലയാളം ഭാഷ വന്നതിനെ കുറിച്ചിട്ട്, നമ്മളിവിടെ ഉണ്ടായിരുന്ന അറബി കല്യാണങ്ങളെ കുറിച്ചിട്ട്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിലും എഴുതാം. അപ്പോൾ ഈ രീതിയിലാണ് ഈ ചാപ്റ്ററിന് ക്വസ്റ്റ്യൻസ് വരികയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് ഈ വീഡിയോ കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്.